ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി പ്ലാനറിനെ കുറിച്ചാണ്. ഞാനിവിടെ ജൂലൈ മന്തിലെ പ്ലാനറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു സ്റ്റഡി പ്ലാനർ തയ്യാറാക്കാനായിട്ട് സാധാ ഒരു നോട്ട്ബുക്കോ യൂസ് ചെയ്തതോ എന്തും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പൈറൽ ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പേജ് ജൂലൈ മന്തിന് ഒരു ഇൻട്രൊഡക്ഷനായാണ് നൽകിയിരിക്കുന്നത്. ഈ പേജിൽ ഒരു ചെറിയ പോർഷൻ ജൂലൈ മാസത്തെ കലണ്ടറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സൊക്കെ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോട്ടിലൂടെ നമ്മളൊരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതുപോലെ ഏറെക്കുറെ നമ്മൾക്ക് ആ പ്ലാനറുമായി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോട്ടോ നൽകാവുന്നതാണ്. നെക്സ്റ്റ് പേജിൽ ഒരു മന്ത് ചാലഞ്ചാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാസം സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൺസിസ്റ്റൻ്റായി ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്പേസ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം ഈ ബോക്സിൽ എഴുതിയിട്ട് അത് നിങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഗ്രീൻ കളർ കൊണ്ടും ചെയ്യാത്ത ദിവസങ്ങളിൽ റെഡ് കളർ കൊണ്ടും മാർക്ക് ചെയ്ത് ആ ഒരു പ്രവൃത്തിക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് വാല്യൂ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഈ മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ബുക്ക് റീഡിംഗ് എന്ന് കരുതുക. ഞാനത് ഈ ഒരു ബോക്സിൽ എഴുതിയിട്ട് ഓരോ ദിവസവും ഞാൻ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ കളറും ചെയ്തില്ലെങ്കിൽ റെഡ് കളറും കൊടുക്കും. നെക്സ്റ്റ് ഒരു മന്ത് പ്ലാനറാണ്. ഒരു മാസത്തെ എല്ലാ ഡേറ്റുകളും നമ്മൾ കോളം വൈസ് തിരിക്കുന്നു. ഈ ഒരു മാസം നിങ്ങൾക്ക് ഉള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ അറ്റ് എ ഗ്ലാൻസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു മന്ത് ഓരോ വീക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആണിത്. ഒരു ആഴ്ചയിലെ എല്ലാ ദിവസങ്ങൾക്കും ഇവിടെ സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ സ്പേസിലാണ് നമ്മൾ ആ ദിവസത്തെ ടു ഡു ലിസ്റ്റ് എഴുതാനുള്ളത്. നെക്സ്റ്റ് ഇവിടെ ഒരു ഹാബിറ്റ് ചലഞ്ചാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഒരു മന്തിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഹാബിറ്റിനെ കുറിച്ചാണ്. ഇവിടെ ഒരു വീക്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ്. അങ്ങനെ ഒരു 8 ഹാബിറ്റ്സ് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു ഹാബിറ്റ് ഞാൻ ഈ വീക്കിലെ മൺഡേ ചെയ്തു എങ്കിൽ ഇവിടെ മൺഡേ എനിക്ക് മാർക്ക് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഹാബിറ്റും മൺഡേ ചെയ്തെങ്കിൽ എനിക്ക് മൺഡേ മാർക്ക് ചെയ്യാം. അങ്ങനെ ഓരോ ഹാബിറ്റും ചെയ്യുന്ന രീതിയിൽ ഓരോ ദിവസങ്ങളും നമുക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ഒരു അനാലിസിസ് ആണ്. നമ്മൾ ഈ ആഴ്ച ചെയ്തതും ചെയ്യാനുള്ളതും ആയ കാര്യങ്ങൾ എഴുതാനുള്ളൊരു സ്പേസ് ആണിത്. ഇങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന ഒരു ക്ലാരിറ്റി നൽകുകയും നമുക്ക് അത് അടുത്ത വീക്കിലേക്കുള്ള ടു ഡു ലിസ്റ്റിലേക്ക് മാറ്റുവാനും സാധിക്കും. നെക്സ്റ്റ് ഉള്ളത് വീക്ക് ഗോൾസും നോട്ട്സുമാണ്. നമ്മളൊരു വീക്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരാഴ്ച ഒരു അസൈൻമെൻറ്റ് എഴുതി തീർക്കണം എങ്കിൽ അത് ഈ വീക്ക് ഗോൾസിൽ എഴുതണം. വീക്ക് ഗോൾ സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഹോംവർക്ക്സ്, അസൈൻമെൻറ്റ്സ്, നോട്ട് കംപ്ലീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതാം. ഇതാണ് ഒരു വീക്ക് പ്ലാനർ. ഇത് നമ്മൾ 5 ആഴ്ചകളും റിപ്പീറ്റായി ചെയ്യുക. 5ാമത്തെ ആഴ്ച 3 ദിവസം മാത്രമേ ഉള്ളത് കൊണ്ട് ബാക്കി ആഴ്ചകളെ അപേക്ഷിച്ച് കുറച്ച് സ്പേസ് മാത്രം നൽകിയാൽ മതിയാകും. ഞാനിവിടെ വരച്ച ബോക്സസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നൽകാവുന്നതാണ്. അതുപോലെ കളേഴ്സും ഞാൻ വളരെ കുറച്ചേ നൽകിയിട്ടുള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അട്രാക്റ്റീവായി ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ ഞാൻ കൊടുത്തത്. ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാത്തിലും ഉപരി കൺസിസ്റ്റൻ്റായി പ്ലാനറിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും ഈ ഒരു അക്കാഡമിക് ഇയർ കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്